ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. +2 സോഷ്യോളജിക്കാർ ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. നമ്മൾ എക്സാം ടൈമിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു ചോദ്യമാണ്, മിസ്സേ ചാപ്റ്റർ വെയിറ്റേജ് എത്രയാണ്, ഓരോ ചാപ്റ്ററും എത്ര മാർക്കിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇന്നലെ ഒരു ലൈവ് ഉണ്ടായിരുന്നു, അതിലും എല്ലാവരും ചോദിച്ചു, അയ്യോ മിസ്സേ ഈ പ്രാവശ്യം സോഷ്യോളജിയുടെ വെയിറ്റേജ് വീഡിയോ വന്നില്ലല്ലോ എന്നുള്ളത്. ഇതാ ആ വെയിറ്റേജ് വീഡിയോ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത് +2 സോഷ്യോളജിയിലെ വെയിറ്റേജ് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്ററിനും ഏകദേശം എത്ര മാർക്കിന് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെത് നോക്കാം. നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക്, രണ്ട് പാർട്ടായിട്ടല്ല നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊന്നും കാണുന്നത്. എന്നാൽ നമ്മൾ പൊതുവേ പറയുമ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് നമ്മളുടെ സൗകര്യത്തിന് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ വെയിറ്റേജ്. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ പബ്ലിക് എക്സാമിന്, അതായത് നമ്മുടെ മോഡൽ എക്സാം, പബ്ലിക് എക്സാം, ഇത്തരം എക്സാമുകൾക്കൊക്കെ നിർബന്ധമായിട്ടും 4 മാർക്കിന്, ഈ കാര്യം ഉറപ്പാണ്, 4 മാർക്കിന്റെ വെയിറ്റേജ് ഈ ഭാഗത്ത് നിന്ന്, ഈ പാഠഭാഗത്ത് നിന്നും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കാരണം ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ മുമ്പൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് അധികം കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അഡീഷണൽ ടോപ്പിക് ഉള്ളതിനാൽ, നമുക്ക് +2 സോഷ്യോളജിയിൽ അഡീഷണൽ ടോപ്പിക് പഠിക്കാനുള്ളതിനാൽ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് എന്ത് ചോദിക്കാറുണ്ട്, മിനിമം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം നമ്മൾ ആ ചാപ്റ്ററിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അഡീഷണൽ ടോപ്പിക് വന്നതിന് ശേഷം 4 മാർക്കിൽ അത് ഒതുങ്ങി നിൽക്കാറില്ല, ഒരു 4-5 മാർക്കിലേക്കൊക്കെ അത് അധികവും പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കാര്യം ഇങ്ങനെയാണ്. നമ്മുടെ പബ്ലിക് എക്സാം ആവുന്ന സമയത്ത് അവസാന ഭാഗത്തേക്കുള്ള ചാപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു ധാരണയിലൊന്നും ആരും ഇരിക്കരുത്. ഒന്നാമത്തെ ചാപ്റ്ററിനും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്ററാണ് ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് 6 മാർക്ക് ഇതിനിവിടെ മിനിമം ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് 6 മാർക്കിനല്ല പൊതുവേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. 6 മുതൽ 10 വരെയുള്ള മാർക്കിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് മിനിമം ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉണ്ടാകാറുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിന്റെ ഉള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. മാർക്കറ്റിനെ കുറിച്ചുള്ള ഈ ഒരു ഭാഗത്ത് പല റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2 മാർക്കിന്റെ 1 വേർഡ് ചോദിക്കാറുണ്ട്, 3 മാർക്ക് ചോദിക്കാറുണ്ട്. ഒരു പക്ഷേ ദൊരൈ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെട്ടിക്കുറയ്ക്കുന്നതിന് മുമ്പ് വരെ 8 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. ഇതിപ്പോൾ ദൊരൈ മാർക്കറ്റ് കൺസെപ്റ്റ് പോയതിനു ശേഷം മിനിമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കാണാറുള്ളത്. പിന്നെ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. 8 മാർക്ക് ആ വെയിറ്റേജ് കൃത്യമായിട്ട് പാലിക്കാറുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ പറയുന്ന 1.5 എന്ന് പറയുന്ന നമ്മളുടെ 5ാമത്തെ ചാപ്റ്റർ. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന, എസ്എ ആയിട്ട് ചോദ്യം വന്നിട്ടില്ലെങ്കിൽ പോലും 5 മാർക്ക്, 6 മാർക്ക്, 4 മാർക്ക് എന്നിങ്ങനെ ധാരാളമായിട്ട് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആണ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. സാമൂഹ്യ അസമത്വങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന 5ാമത്തെ ചാപ്റ്റർ. ഇനി അതുപോലെ തന്നെ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിനും 7 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിനൊക്കെ. 6ാമത്തെ ചാപ്റ്ററിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 5ാമത്തതിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഇത് 6 മാർക്കല്ല, അതിൽ കൂടുതൽ പലപ്പോഴായിട്ട് ഈ 2ാമത്തെ ചാപ്റ്ററിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഇതിൽ മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ഒരു കാരണവശാലും നിങ്ങൾ വായിക്കാതെ പോവുകയേ ചെയ്യരുത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് 5 മാർക്കിന്, കൾച്ചറൽ ചേഞ്ചിന് 5 മാർക്കിന്, ഇത് മിക്കതും ഈ ഒരു മാർക്കിന് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇൻ കേസ് കൾച്ചറൽ ചേഞ്ച് ഇനിയെങ്ങാനും സംസ്കൃതവൽക്കരണം എസ്എ ചോദിക്കുകയാണെങ്കിൽ അതൊരു 8 മാർക്ക് വെയിറ്റേജിലേക്ക് പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, അത് കുറച്ചുകൂടി കൂടുതലായിട്ട് ചോദ്യം വരാറുണ്ട്. 6 മാർക്ക്, 8 മാർക്ക് ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കാം. 10ാമത്തെ ചാപ്റ്ററിന് ഉണ്ടാകാറുണ്ട്. പിന്നെ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി 5 മാർക്ക് വെയിറ്റേജ് ആണ്. ആൻഡ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി 6 മാർക്ക് വെയിറ്റേജ് ആണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് 5 മാർക്ക് വെയിറ്റേജ് പറയുന്നുണ്ട്. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ 5 മാർക്ക് വെയിറ്റേജ് പറയുന്നുണ്ട്. ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് 8 മാർക്ക് വെയിറ്റേജ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് കണക്കൂട്ടിയാൽ തന്നെ അറിയാം ഇത്ര മാർക്കിനല്ല അവിടുന്ന് ചോദ്യം വരിക. ഇതൊരു ഏറ്റവും ബേസ് ആണ്. ഏറ്റവും കുറഞ്ഞത് 5 മാർക്കിനെങ്കിലും ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ കൂടുതലാണ് നമുക്ക് സാധ്യതയുള്ളത്. അതായത് 8 മാർക്ക്, ഒരു 8 മാർക്കോ അതിൽ കൂടുതലോ
ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? സോഷ്യൽ മൂവ്മെന്റ്സിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതായത് 8 മാർക്കിന്റെ ഒരു എസ്സേയും അല്ലാതെ വരുന്ന 1 വേർഡ് മറ്റു കാര്യങ്ങളായിട്ട് കൂടുതൽ മാർക്ക് നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ഈ പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ചാപ്റ്റർ വെയിറ്റേജ് ഒക്കെ. അപ്പോൾ ഇപ്പോൾ മുഴുവൻ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. +2 സോഷ്യോളജിക്കകത്തെ മുഴുവൻ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്ലാനിങ്ങുകൾ എത്രത്തോളം റിവിഷൻ നടത്തണം, എത്രത്തോളം നന്നായിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുക. മുഴുവൻ പാഠങ്ങളും നിർബന്ധമായിട്ടും വായിച്ച് പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ ഓരോ ചാപ്റ്റേഴ്സിനകത്തും നമ്മളിപ്പോൾ വെയിറ്റേജ് കൂടുതൽ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ലൈവിൽ കാണാം. താങ്ക്